എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 1 ശ്ലോകം 19 മുതൽ 24 വരെ 6 ശ്ലോകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഏകാദശത്തിലെ 1-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ശാപം വാസ്തവമായി കണ്ടു. ഒരു ഇരുമ്പുലയ്ക്ക പ്രസവിച്ചു. ശരിക്കും അവരുടെ ശരീരത്തിൽ അങ്ങോട്ട് കണ്ടപ്പോ വല്ലാത്ത പരിഭ്രമായി, ദുഃഖമായി. അവര് കൊട്ടാരത്തിൽ പോയിട്ട് മഹാരാജാവിനോട് വിസ്തരിച്ചു പറയുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. തച്ചോപനീയ സദസി പരിമ്ലാനമുഖശ്രിയ രാജ്ഞാവേദയാം ചക്രു സർവയാദവ സന്നിധൗ. വാടിയ മുഖത്തോടുകൂടിയ ആ ബാലന്മാര് യദുക്കള് നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ വന്നു നിന്ന് സകല യാദവന്മാരും കേൾക്കത്തക്ക വിധത്തിൽ ഉണ്ടായ വിവരം മുഴുവനും രാജാവായ ഉഗ്രസേനോട് അറിയിച്ചു. ശ്രുത്വാമോഘം വിപ്രശാപം ദൃഷ്ട്വാ ച മുസലം നൃപ വിസ്മിതാ ഭയസന്ത്രസ്താ ബഭൂവു ദ്വാരകൗകസ. അങ്ങനെ ബ്രാഹ്മണ ശാപം ഉണ്ടായി എന്നങ്ങോട്ട് കേട്ടു. അതുമാത്രല്ല, ഇരുമ്പിലൊക്കെ അങ്ങോട്ട് കാണുകയും ചെയ്തപ്പോ രാജാവും യാദവന്മാരും അത്ഭുതവും ഭയവും നിമിത്തം അവശന്മാരായിട്ട് ഭവിച്ചു. എന്തൊരു കഷ്ടാണിത്! ബ്രാഹ്മണരല്ലേ ശപിച്ചത്. ആ ശാപം നിശ്ചയമായിട്ടും ഫലിക്കും, തടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായി. എങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനോട് ഈ കാര്യത്തെ പറ്റി ആരും പറഞ്ഞില്ല. തച്ചൂർണയിത്വാമുസലം യദുരാജസാഹുക സമുദ്രസലിലേ പ്രാസ്യല്ലോകം ച അസ്യാവശേഷിതം. ആ മുസലത്തെ രാഗി പൊടിച്ച് സമുദ്രത്തിൽ അങ്ങോട്ട് കളക്കിക്കോളൂ. ആ പൊടികളും രാകാൻ പറ്റാത്ത വിധത്തില് ചെറുതായിട്ട് ശേഷിച്ച അതിന്റെ ഒരു ചെറു കഷ്ണവും ഉഗ്രസേനൻ എന്നു പേരായിട്ടുള്ള ആ യദുരാജാവ് സമുദ്രത്തിലേക്ക് അങ്ങോട്ട് എറിഞ്ഞോളാൻ പറഞ്ഞു അവരോട്. അങ്ങനെ രാഗിപ്പൊടിച്ചുള്ള പൊടി സമുദ്രത്തിൽ കലക്കി ഒരു ചെറിയ കഷ്ണം അവശേഷിച്ചു. അതും സമുദ്രത്തിലേക്ക് തന്നെ എറിഞ്ഞു. കശ്ചിൻ മത്സ്യോഗ്രസീലോകം ചൂർണാനി തരളൈസ്തഥാ ഉഹ്യമാനാനി വേലായാം ലഗ്നാന്യാസൻ കിലൈരകാഹ. പൊടിയാക്കാൻ സാധിക്കാത്ത വിധത്തില് അത്ര ചെറിയതായ ഒരു ഇരുമ്പ് കഷ്ണം സമുദ്രത്തിൽ എറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അതിനെ ഒരു മത്സ്യം വിഴുങ്ങി. പൊടികളെയൊക്കെ തിരമാലകൾ അടിച്ച് കരയ്ക്ക് ചേർത്തു. അത് അവിടെ ഏരക പുല്ലുകളായിട്ട് അങ്ങോട്ട് മുളച്ച് വലിയ മുള്ളു പോലത്തെ ഉള്ള പുല്ലുകള്, ഏരകപ്പുല്ല്. ഈശ്വര സങ്കല്പത്താൽ ഇരുമ്പ് പൊടികളിൽ നിന്ന് പുല്ലുകളും ഉണ്ടായി അല്ലെ. ഇരുമ്പ് പൊടിച്ച പുല്ലുണ്ടാവും. ഭഗവാന്റെ സങ്കല്പം. അതില് ആശ്ചര്യപ്പെടാനൊന്നുമില്ല. സംഭവിക്കാൻ പാടില്ല എന്ന് തോന്നുന്ന കാര്യങ്ങള് സംഭവിപ്പിക്കുന്നത് തന്നെ ഈശ്വര ശക്തിയായ മായയുടെ പ്രവൃത്തി അല്ലെ. അഘടിത ഘടനാപടീയസീ മായ, അങ്ങനെയാണ് ശ്രുതിയിൽ മഹാന്മാര് പറയണത്. മത്സ്യോ ഗൃഹീതോ മത്സ്യഘ്നേ ജാലേനാന്യേ സഹാർണവേ തസ്യോദരഗതം ലോകം സശല്യേലുബ്ധഗോകരോൽ. ആ ഇരുമ്പ് കഷ്ണം വിഴുങ്ങിയ മത്സ്യത്തെ മറ്റു മത്സ്യങ്ങളോടുകൂടി ഒരു മുക്കുവൻ വലയിട്ട് പിടിച്ചു. എന്നിട്ട് അതൊരു വേടന് വിറ്റു. അയാൾക്കിപ്പോ മുക്കുവന് ഇതിന്റെ ആവശ്യമില്ല. അത് ഒരു വേടന് വിറ്റു. ആ വേടൻ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് കിട്ടിയ ആ ഇരുമ്പ് കഷ്ണം കൊണ്ട് നല്ലൊരു ബാണം, അസ്ത്രത്തിന് മുനമ്പായിട്ട് അങ്ങോട്ട് വെച്ചു. ഭഗവാൻ ജ്ഞാത സർവാർത്ഥ ഈശ്വരോപി തദന്യഥാ കർത്തും നൈച്ഛൽ വിപ്രശാപം കാലരൂപി അന്നമോദത. സർവവും അറിഞ്ഞും ബ്രാഹ്മണ ശാപത്തെയും കൂടി അന്യഥാകരിക്കാൻ ശക്തനുമായിരിക്കുന്ന ഭഗവാൻ ഈ ശാപത്തെ വ്യർത്ഥമാക്കുവാൻ വിചാരിച്ചില്ല. കാലസ്വരൂപനായ തന്റെ സങ്കല്പത്തെ അനുസരിച്ച് സംഭവിച്ച കാര്യത്തിൽ ഉള്ളില് ആന്തരമായിട്ട്
സന്തോഷിച്ചു. എത്രയും സമൃദ്ധമായിരുന്ന യാദവ കുലത്തിനും ഈ വിധം നാശകാരണം നേരിട്ടു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉയർച്ചയും താഴ്ചയും ലോക സ്വഭാവത്തെ നിരോധിക്കുന്നത് അശക്യം. പരിപൂർണമായിരിക്കുക എന്ന അവസ്ഥ മനുഷ്യരിൽ അധികകാലം നിലനിൽക്കില്ല. ഉണ്ടായതൊക്കെയും നശിക്കാതെ ഇരിക്കില്ല. ഇഹത്തിലുണ്ടാകുന്ന ഐശ്വര്യാദികൾ കൊണ്ട് മതിമറക്കാതെ ഇരിക്കേണ്ടത് ആവശ്യം. അവ കാലത്താൽ ക്ഷീണിച്ചു പോകുന്നവയാകയാൽ സമൃദ്ധിയിലും നാശത്തിലും നിർവികാരന്മാരായിരിക്കേണ്ടത് ഉത്തമന്മാരുടെ ധർമ്മം. അഹങ്കാരം ലേശമെങ്കിലും ആരുടെ ഉള്ളിൽ ഉദിക്കുന്നുവോ അത് അവരെ തീരെ നശിപ്പിക്കും. കാലാനുസരണരായ ഒരു നാശത്തെ തടുക്കാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് ഈശ്വരനും അതിനെ അനുമോദിച്ചു. സാധാരണ ജീവികളെ ബാധിക്കുന്ന എന്റേതെന്നും ഞാനെന്നും ഉള്ള ഭാവം ഈശ്വരനില്ല. ആ സാക്ഷാൽ ഈശ്വരൻ തന്നെ ആണ് ഭഗവാൻ. ആ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ. അന്യായ കർമ്മങ്ങൾ ആചരിക്കുന്നവർ ഈശ്വര ശിക്ഷയ്ക്ക് പാത്രമാവും. മഹത്തുക്കളെ നിന്ദിക്കുന്നതും ഈശ്വരനെ നിന്ദിക്കുന്നതും വാസ്തവത്തിൽ ഒന്ന് തന്നെ എന്നുള്ള തത്വങ്ങള് ഈ 1-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അല്ലയോ രാജാവേ, ശ്രീ ശിവബ്രഹ്മർഷി പറയാം, അതിവിനയയും ജ്ഞാനിയുമായ അങ്ങയ്ക്കും ബ്രാഹ്മണ ശാപം അവിവേക നിമിത്തം സംഭവിച്ചു അല്ലെ. എന്നാൽ അങ്ങയെപ്പോലെ ന്യായമായ ധൈര്യം യാദവന്മാർക്കുണ്ടായില്ല. ഇങ്ങനെ പരീക്ഷിച്ച് രാജാവിനോട് ശ്രീ ശുകബ്രഹ്മ മഹർഷി ഓർമ്മിപ്പിച്ചു. ഇതി ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ യദുകുലശാപനിരൂപണം നാമ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഏകാദശസ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.